ശ്രദ്ധിക്കുമ്പോൾ 2 കൊരിന്ത്യരുടെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ സ്തോത്രം അതിൻ്റെ 16 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ വേഴ്സ് നമ്പർ 16. അപ്പം 16 തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു വാക്യമുണ്ട്. എന്നിട്ട് 16 വായിക്കുമ്പോഴാണ് അത് മനസ്സിലാകാൻ സാധിക്കുന്നത്. 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു: all of this is for your benefit, and as God's grace reaches more and more people, there will be great thanksgiving, and God will receive more and more glory. അതിന്റെ 15-ാം വാക്യം 2 കൊരിന്ത്യർ. ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് ഇടയാകും. ഇതെല്ലാം നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടി ആകുന്നു. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ കൃപ പല ജനങ്ങളിൽ എത്തുമ്പോ ഹല്ലേലൂയ. അപ്പം സുവിശേഷകനായ പൗലോസ് അപ്പോസ്തലൻ പറയാ, ഒന്നും മടുത്തു പോകാതെ വിട്ടുകൊടുക്കാതെ ഞങ്ങൾ കിടന്ന് ഈ ഓടി നടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയാ എന്ന് പറഞ്ഞാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്നത്. ഞങ്ങള് മരിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ 1 തൊട്ട് താഴുമ്പം നമുക്ക് കാണാൻ പറ്റും. പൗലോസ് അപ്പോസ്തലൻ പറയാ, സാധ്യതയുണ്ട് മരിക്കാന്, സാധ്യതയുണ്ട് വലിയ പ്രതിസന്ധിക്കകത്തൊക്കെ പെട്ടുപോകാൻ, വലിയ വിഷയങ്ങളൊക്കെ ഞങ്ങളെ വിഴുങ്ങാൻ സാധ്യതയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾ മടുക്കാതെ, നിങ്ങളെ ഓർത്താ ഞങ്ങൾ സുവിശേഷം പറയുന്നത്. എന്തിനാ ഞങ്ങൾ സുവിശേഷം പറയുന്നത്? നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ. എന്തിനാ ഞങ്ങളിത് പറയുന്നത്? ദൈവത്തിന്റെ കൃപ ജനങ്ങളിൽ എത്തും. ഇനിയും ദൈവത്തിന്റെ കൃപ എത്താത്തടുത്ത് ഞങ്ങൾ ഈ ഓടി നടന്നാൽ കർത്താവിന്റെ സുവിശേഷം എത്തും. ഹല്ലേലൂയ. എന്നിട്ട് ദൈവനാമം മഹത്വം ഉണ്ടാകും. സ്തോത്രം. കണ്ടോ? അപ്പോസ്തലൻ പറയാകും. സ്തോത്രം. കണ്ടോ? അപ്പോസ്തലൻ പറയാ, കഷ്ടപ്പാടുണ്ട്, പട്ടിണിയുണ്ട്, വാളുണ്ട്, പ്രതിസന്ധിയുണ്ട്, മരണം വന്നേക്കാം, പലതും വന്നേക്കാം, ക്ഷീണം ഉണ്ടായേക്കാം. ചിലപ്പം കർത്താവിന് വേണ്ടി പലതും ചെയ്യാൻ ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ ചിലപ്പം ക്ഷീണമുണ്ടായെന്നിരിക്കാം, ഉറങ്ങാൻ പറ്റിയില്ലെന്നിരിക്കാം, കറക്റ്റ് സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റിയില്ലെന്നിരിക്കാം, ചിലപ്പം കറക്റ്റ് സമയത്തിന് കട്ടിലേ കയറി കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ലെന്നിരിക്കാം, ചിലപ്പോൾ ഉറക്കം കളഞ്ഞിരിക്കേണ്ടി വരും, ചിലപ്പം കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഇതൊന്നും, പൗലോസ് അപ്പോസ്തലൻ പറയാം, ഇതൊന്നും സാരമില്ല. നിങ്ങൾ രക്ഷപ്പെടുന്നു, അതിനോടൊപ്പം ദൈവത്തിന്റെ മഹത്വം അനേക ജനങ്ങള് വിടുവിക്കപ്പെടുന്നു, ദൈവത്തിന്റെ രാജ്യം വലുതായിക്കൊണ്ടേയിരിക്കുന്നു. കണ്ടോ? അപ്പം പൗലോസ് അപ്പോസ്തലൻ സ്വന്തം എന്തെങ്കിലും നേടാനല്ല. ഇന്ന് പലപ്പോഴും പലയിടങ്ങളിലും നമ്മൾ കാണാറുണ്ട്, പലവരും സുവിശേഷത്തിന്റെ പിന്നാലെ ഇറങ്ങുന്ന അവരുടെ നന്മകൾ ലഭിക്കാൻ, അല്ലെ? എനിക്ക് വീട് വേണം, എനിക്ക് ജോലിയാവണം, എൻ്റെ കുടുംബം രക്ഷിക്കപ്പെടണം. അതൊക്കെ ആദ്യ കാലത്തൊക്കെ നല്ല രസമാണ്. അതൊക്കെ ആദ്യ വിശ്വാസത്തിൽ ഇറങ്ങുന്ന ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ വിശ്വാസം ഇങ്ങനെ ദിവസം ചെല്ലും തോറും നമ്മുടെ കാഴ്ചപ്പാടും മാറണം. യേശു കർത്താവിനോട് ചോദിക്കണം, കർത്താവേ നീ നിന്റെ ജീവൻ ഞങ്ങൾക്ക് വേണ്ടി നൽകിയതാ, ഇത്ര വില കൊടുത്താ ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തിയത്. ഞാൻ അറിഞ്ഞ ഈ സത്യം എനിക്ക് മറ്റുള്ളവർക്ക് കൊണ്ടു കൊടുക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമാ. എന്നെ ഒന്ന് സഹായിക്കണം. ഒരാളോടെങ്കിലും ഒരു നേരമെങ്കിലും യേശു ജീവിക്കുന്നു എന്ന് പറയുവാൻ, യേശു വലിയവനാണെന്ന് വെളിപ്പെടുത്തുവാൻ, സ്തോത്രം, കർത്താവിന്റെ കാര്യം ഒന്ന് പറഞ്ഞ് അവരെ ഒന്ന് ദൈവരാജ്യത്തിനകത്തേക്കൊന്ന് വലിച്ചെടുക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? ചിലപ്പം ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഈ പറഞ്ഞതുപോലെ സമയത്തിന് ഉറങ്ങാൻ പറ്റിയില്ല, സമയത്തിന് കഴിക്കാൻ പറ്റിയില്ല എന്നൊക്കെ കാണും. പക്ഷേ ഹല്ലേലൂയ, നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നത്? ഹല്ലേലൂയ. നാം എന്തുവാണ് ദൈവത്തിന് വേണ്ടി ഒരു എക്സ്ട്രാ മൈൽ ഒന്ന് പോകുന്നുണ്ടോ? ഇച്ചിരി ഒന്ന് ഞെരുക്കം അനുഭവിക്കുന്നുണ്ടോ കർത്താവിന് വേണ്ടി? എന്നാൽ ദൈവരാജ്യത്തിന്റെ കരുണയും കൃപയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. പലവരുടെയും സാധിക്കും. ഹല്ലേലൂയ. പലവരുടെയും പല സാക്ഷ്യങ്ങൾ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സ്വന്തം സാക്ഷ്യങ്ങളുണ്ട്. ഞങ്ങള് കർത്താവിനെ അറിഞ്ഞ കാലം തൊട്ട് പലപ്പോഴും ഞങ്ങൾ പല കാര്യത്തിന് യേശുവിന്റെ രാജ്യത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ വീട്ടിലെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നിരിക്കും. എൻ്റെ മക്കളുടെ പ്രായത്തിലൊക്കെ ഉള്ള പലവരുടെയും പിള്ളേരുടെ കൂടെ അപ്പനമ്മമാർ ഇരുന്ന് തലേ കയറിയിരുന്ന പഠിപ്പിക്കുന്നതൊക്കെ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, എനിക്ക് സമയവും കിട്ടാറില്ല.
അതുപോലെ പല കാര്യങ്ങൾ, ഞങ്ങളുടെ വീട്ടിലെ പല കാര്യങ്ങൾ. പക്ഷേ ഇതെല്ലാം ഞങ്ങൾ ഇതൊക്കെ നോക്കിയാലും കർത്താവ് ഇറങ്ങിയപ്പോ ഞങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യം, മറ്റുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. യേശു അതെല്ലാം നേരെയാക്കിക്കൊണ്ടിരിക്കും. നമുക്ക് നമ്മൾ കർത്താവിന് വേണ്ടി നമ്മൾ സമയം കൊടുത്താൽ, നമ്മളുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ കഴിവുകള് യേശുവിന് വേണ്ടി കൊടുത്താല് ഇപ്പുറത്തുനിന്ന് യേശു ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ക്രമത്തോടെ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളുടെ കൂടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. അവരോട് ചോദിച്ചാൽ മതി, നിങ്ങൾ പഠിച്ചോ എടുത്തോ, സാധാരണ ചോദിക്കുന്ന പോലെ അവരവരുടെ കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും. സ്തോത്രം. ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ചിലപ്പോൾ പലപ്പോഴും ഞങ്ങള് പല കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്ത് എല്ലാം അച്ചടക്കമായിട്ട് എല്ലാം ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്നിരിക്കത്തില്ല. പക്ഷെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കർത്താവ് അതിനെ കൈകാര്യം ചെയ്ത് ദൂതന്മാർ ഇറങ്ങി നിന്ന് പല കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ചിലപ്പം ഉറക്കം സാധാരണ പോലെ ഒന്ന് ഉറങ്ങാനോ ചിലപ്പോൾ ഞങ്ങൾ രാത്രിയിൽ വർഷിപ്പൊക്കെ കഴിഞ്ഞായിരിക്കും ലേറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. പക്ഷെ രാവിലെ കർത്താവ് തക്ക സമയത്ത് വിളിച്ചെഴുന്നേൽപ്പിച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ സകലത്തിനും കർത്താവ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പുറത്തുനിന്ന് ഞങ്ങളുടെ രാജ്യം വലുതാകുന്നത്, ദൈവത്തിന്റെ കൃപ അനേകരിൽ കടന്നു ചെല്ലുന്നത്, ഹല്ലേലൂയ, യേശു ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് പലവരും. സ്തോത്രം. ഞാനൊരു സാക്ഷ്യം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങള് ഹെബ്ബാലില് പാസ്റ്റർ എം എ വർഗീസിന്റെ മൂത്ത മകൻ ഒരു സാക്ഷ്യം പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മൂത്ത മകൻ ഒരു സാക്ഷ്യം പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവര് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ആദ്യ കാലങ്ങളില് അവരുടെ വീട്ടില് വട്ടുപിടിച്ചവരും തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരും അല്ലെങ്കിൽ ഒന്നും വീടില്ലാത്തവരും ഒക്കെ, അങ്ങനെ അവരുടെ സുവിശേഷമൊക്കെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. പാസ്റ്ററിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. അപ്പം താമസിച്ചതിന്റെ ഇടയിൽ ചില തലയ്ക്ക് സ്ഥിരതയില്ലാത്തവര് ഈ പിള്ളേരുടെ ടൂത്ത് ബ്രഷ് എടുത്ത് പല്ല് തേച്ചിട്ട് അവിടെ കൊണ്ടുവെക്കും. പക്ഷെ എന്തോ ചെയ്യാൻ, അന്നത്തെ കാലത്ത് നിവൃത്തിയൊന്നുമില്ല, ഓടിച്ചെന്ന് വേറെ ഒരെണ്ണം മേടിക്കാൻ. വേലയെ ഓർത്ത്, ഹല്ലേലൂയ, ഇന്ന് അവരുടെ അവസ്ഥകളെല്ലാം മാറി. കർത്താവ് അവരെ മാനിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താല് ഉറപ്പായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും മറന്നു പോകാത്ത ഒരു കർത്താവ്. അതിനകത്ത് കഷ്ടപ്പാട് കാണും. യേശുവിന് വേണ്ടി നിൽക്കുന്നിടത്ത് ചിലപ്പം ഒരുപാട് യാത്ര ചെയ്യേണ്ടി ഇരിക്കും, ചിലപ്പോൾ ഉറക്കം കളയേണ്ടിയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ഞെരുക്കങ്ങൾ അനുഭവിക്കേണ്ടിയിരിക്കും, ചിലപ്പോൾ സമയത്തിന് കഴിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഇരിക്കും. പല കാര്യങ്ങൾ കാണും. നിന്ന് കേൾക്കേണ്ടി വരും, പലവരുടെയും കുത്തുവർത്താനം കേൾക്കേണ്ടിയിരിക്കും. പക്ഷേ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് 100 ഇരട്ടി പ്രതിഫലമുണ്ട്. നമ്മളെ കരുതുന്ന നല്ല കർത്താവ്. ഹല്ലേലൂയ. തിരുവചനം അവിടെ പറയുന്നേ, എന്നിട്ട് അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുക, എന്നാലും ദൈവത്തിന്റെ കൃപ ജനങ്ങളിൽ എത്തിയല്ലോ, അനേകർ യേശുവിനെ അറിയാൻ ഇടയായല്ലോ, ഇത് മതി. എന്നിട്ട് 16-ാം വാക്യം പറയാ, അതുകൊണ്ടാ ഞങ്ങൾ മടുത്തു പോകാതെ. ദാറ്റ് ഈസ് വൈ വി നെവർ ഗിവ് അപ്പ്. ദൈവത്തിന്റെ രാജ്യം വലുതാകുന്നത് കാണുമ്പോഴാ ഞങ്ങൾക്ക് സന്തോഷമാവുന്നേ. അപ്പൊ ഞങ്ങൾക്ക് ഒന്നും കൂടെ ധൈര്യമാകും. ഇനിയും കഷ്ടപ്പാട് വന്നാലും ഒരു വിഷയവുമില്ല, ദൈവരാജ്യം വലുതാകുന്നല്ലോ, അനേകര് ക്രിസ്തുവിനെ അറിയുന്നല്ലോ, അനേകര് വിടുവിക്കപ്പെടുന്നല്ലോ, മാനസാന്തരപ്പെടുന്നല്ലോ, കുടുംബങ്ങൾ യോജിക്കുന്നല്ലോ, ജീവിതങ്ങൾ സമാധാനമുള്ളതാവുന്നല്ലോ, കൃപ കൊണ്ട് അനേകര് നിറയുന്നല്ലോ. ഞങ്ങൾക്കിത് മതി. ഹല്ലേലൂയ. ദൈവരാജ്യം വലുതാകുന്നു. സ്തോത്രം. ഇരുട്ടിന്റെ സാത്താന്റെയും രാജ്യം ചെറുതായിട്ട് ദൈവരാജ്യം വലുതാകുന്നു. ഇത് മതി ഞങ്ങൾക്ക്. ഹല്ലേലൂയ. എന്നിട്ട് 16-ാം വാക്യം പറയാ, this is why we never give up. Though our bodies are dying, our spirits are being renewed every day. ഓരോ ദിവസം ചെല്ലുന്തോറും ഞങ്ങളുടെ ശരീരങ്ങൾ, പുറമേയുള്ള മനുഷ്യൻ, ശരീരം ചിലപ്പോൾ ക്ഷീണിച്ചു പോകുന്നുണ്ടായിരിക്കും, ക്ഷീണിച്ചു പോകുന്നുണ്ടായിരിക്കും, തളർന്നു പോകുന്നുണ്ടായിരിക്കും, ഒക്കെ കാണും. പക്ഷേ ഞങ്ങളുടെ ആത്മാക്കളോ, ഹല്ലേലൂയ, ബലം പ്രാപിച്ച്
പുതുക്കം പ്രാപിച്ച് ദിനം തോറും ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുക. പുറമെ നോക്കിയാൽ ഉറക്കക്ഷീണം കാരണം ഉണ്ടല്ലോ അലറുന്ന സിംഹം എന്തുവാ മറ്റുള്ളവരെ പിശാചിനെ ഓടിച്ചു വിടുന്ന സിംഹം പോലെ, ഞങ്ങൾ യൂദാ ഗോത്രത്തിന്റെ സിംഹം പോലെ ഞങ്ങളുടെ അകം ഇരിക്കുന്നത്, ജീവനുള്ളതായിട്ടായിരിക്കുന്നത്, ചൈതന്യമുള്ളതായിട്ടായിരിക്കുന്നത്. സോ അതിന്റെ 17 ഒന്ന് വായിച്ചേ. For our present troubles are small and won't last very long, yet they produce for us a glory that vastly outweighs them and will last forever. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ആമേൻ. അപ്പൊ ഇപ്പോഴത്തെ കഷ്ടപ്പാട്, ഞൊടി നേരത്തെ കഷ്ടമൊന്നും ഞങ്ങൾക്ക് ബോധരല്ല, ഞങ്ങൾക്ക് അതൊരു വിഷയമല്ല. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന, ഞങ്ങൾ സുവിശേഷം പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യതയുടെ ഘനം വലുതാ. ഹല്ലേലൂയ. ഒരാളോട് ചെന്ന് യേശു ജീവിക്കുന്നുണ്ട്, യേശുവിന് നിങ്ങളോട് ഭയങ്കരമുണ്ടെന്ന് പറയുമ്പോൾ അവര് വിശ്വാസത്തിൽ വരുക, അവര് ദൈവരാജ്യത്തിനകത്തേക്ക് കേറുവാണ്, അവര് നിത്യജീവന്റെ അവകാശികളായി തീരുക. ഇന്നലെ എൻ്റെ അപ്പയ്ക്കും മമ്മിക്കും ഒരു അനുഭവം ഉണ്ടായി. ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ഒരു വൈകുന്നേരം ഒരു 5 മണി 6 മണിയുടെ 6 മണി 7 മണിയുടെ ഇടയ്ക്ക് പോയപ്പം ഒരു ചെറുപ്പക്കാരിയെ കണ്ടു. അപ്പൊ അവരോട് കണ്ടിങ്ങനെ സംസാരിച്ചപ്പോൾ അവർക്ക് അവര് ദുബായിൽ വന്നിട്ട് 2-3 ദിവസം ആയതേ ഉള്ളൂ. അവര് ജോലി അന്വേഷിക്കുക. അപ്പൊ അവരോട് ഇങ്ങനെ യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 2-3 ദിവസത്തിനകം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി ആകും എന്ന് പറഞ്ഞു. അപ്പൊ അവരോട് ഇങ്ങനെ യേശുവിനെ കുറിച്ച് പറഞ്ഞ് അവരെ ബലപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരു ഭാര്യയും ഭർത്താവും അവിടോട്ട് നടന്നു വന്നിട്ട് ഇവരേതാ എന്താ ചോദിച്ച് ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജോലി തരാം, ഞാൻ ഇങ്ങനെ എൻ്റെ വീട്ടില് ജോലിയുണ്ട്, നിങ്ങൾ വാ, നിങ്ങൾക്ക് ഞാൻ ജോലി മേടിച്ചു തരാം. ഇങ്ങനെ പറഞ്ഞ ആ വചനം കേട്ട സ്ത്രീക്ക് ഭയങ്കര അതിശയമായി. എന്നിട്ട് ആ കടന്നു വന്ന ഭാര്യയും ഭർത്താവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവര് പറയാ, ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നു, പക്ഷെ ഞങ്ങൾ അത്ഭുതം ചെയ്തു എന്ന് പറഞ്ഞ് ഇവരോട് അങ്ങ് പറയുക. സ്തോത്രം. കർത്താവ് അവിടെ ഭയങ്കര അത്ഭുതം പ്രവർത്തിച്ച് അവർക്ക് അന്നേരം തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ അവർക്ക് ജോലി ഉറപ്പായി, ജോലി കിട്ടി. അവര് 3 ദിവസമായതേ ഉള്ളൂ ദുബായിൽ വന്നിറങ്ങിയിട്ട്. കർത്താവ് അവിടെ അത്ഭുതം ചെയ്തു. കണ്ടോ? ഹല്ലേലൂയ. അപ്പയും മമ്മിയും ഇറങ്ങിച്ചെന്ന് സുവിശേഷം പറയാൻ തയ്യാറായപ്പം ദൈവരാജ്യം അവിടെ ചലിച്ചു. ആ സ്ത്രീയുടെ ജീവിതത്തിനകത്ത് യേശുവിനെ വിശ്വസിക്കാൻ ഒരു മുഖാന്തരം ഉണ്ടായി. അവരിനിയും എനിക്ക് തോന്നുന്നില്ല അവർ യേശുവിനെ വിട്ടേച്ചു പോകുമെന്ന്. അവർ തീർച്ചയായിട്ടും യേശുവിനെ വിശ്വസിക്കും, യേശുവിനെ പ്രാർത്ഥിക്കും. ആ സംസാരിച്ച ആ ഭാര്യയും ഭർത്താവും അവരുടെ വിശ്വാസം ഇനി അടുത്ത സ്റ്റെപ്പ് അവരുടെ വിശ്വാസത്തിനെ ഉറപ്പിക്കും. കണ്ടോ കർത്താവ് ചെയ്യുന്നേ? പൗലോസ് പറയുക, ഹല്ലേലൂയ, ഞങ്ങൾക്ക് കഷ്ടപ്പാട് കാണും, ഞങ്ങൾക്ക് ചിലപ്പം വെയിലത്തിറങ്ങി നടക്കണമായിരിക്കും, നല്ലതായിട്ട് ചിലപ്പം വേഷം ഇടാൻ പറ്റിയെന്ന് കാണത്തില്ല, ഞങ്ങൾ ഇച്ചിരി ഒന്ന് സൗന്ദര്യമൊക്കെ കുറഞ്ഞെന്നിരിക്കും, പുറത്തെ മനുഷ്യനൊക്കെ ക്ഷീണിച്ചെന്നിരിക്കും. പക്ഷേ ഈ അല്പസമയത്തെ കഷ്ടപ്പാടുണ്ടല്ലോ, ചിലപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും, അത് കാണും ഇത് കാണും, അതൊക്കെ നിസ്സാരമാണെന്നേ, അത് കേട്ടില്ല എന്നങ്ങ് നടക്ക്. ഹല്ലേലൂയ. ഈ കഷ്ടപ്പാടൊന്നും ഒരു വിഷയവുമല്ല. ചിലപ്പം ചിലതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച ചില സുവിശേഷമൊക്കെ പറയുമ്പോഴും ചില കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെയുണ്ട്. ചില കാര്യങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ചിലതൊക്കെ സമയമെടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പുറത്തുനിന്ന് ഞങ്ങൾ കാണുന്നു പല മേഖലകളില് പലവരുടെയും ജീവിതത്തിനകത്ത് പെട്ടെന്ന് കർത്താവ് മറുപടികൾ കൊടുക്കുന്നത്, അത്ഭുതങ്ങൾ നടക്കുന്നത്. പൗലോസ് പറയുക, കഷ്ടപ്പാട് കാണും, ചിലത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി കാണത്തില്ല. പക്ഷെ അതേ വിഷയങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നത് നിമിഷ നേരം കൊണ്ടായിരിക്കും അവരുടെ ജീവിതത്തിൽ അത്ഭുതം കാണുന്നത്. അവിടെ നിന്നിട്ട് കർത്താവിനോട് ചോദിക്കല്ലേ, കർത്താവെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വിഷയങ്ങൾ നടക്കുന്നില്ല, പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എല്ലാം നടക്കുന്നുണ്ടല്ലോ, ഒരു കാര്യവുമില്ല. പൗലോസ് പറയാ, ഈ ഭൂമിയിലുള്ള കഷ്ടപ്പാടൊക്കെ ഞൊടി നേരത്തേക്കേ ഉള്ളൂ, ദൈവത്തിന്റെ
ഘനമേറിയത്, സ്വർഗത്തിലിരിക്കുന്ന ആ ഘനമേറിയ നന്മ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ധൈര്യവും വിശ്വാസവും ക്ഷമയും കടന്നു വരാൻ ഇത് മാത്രം മതി. എന്നിട്ട് 18 പറയാ, സോ വി ഡോണ്ട് ലുക്ക് അറ്റ് ദ ട്രബിൾസ് വി ക്യാൻ സീ നൗ, rather we fix our gaze on things that cannot be seen, for the things we see now will soon be gone, but the things we cannot see will last forever. അതിന്റെ 18 ഒന്ന് വായിക്കാം. അതുകൊണ്ട് ഞങ്ങള് കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങള് കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വാസത്തോടെ കൺഫസ് ചെയ്യണം, ഏറ്റുപറയണം. ഞങ്ങള് കാണുന്നതിനെ അല്ല നോക്കുന്നത്, പക്ഷെ കാണാത്ത ഘനമേറിയതിനെയാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? എന്നിട്ട് പറഞ്ഞ് കാണുന്നത് താൽക്കാലികം, നിത്യം. ഹല്ലേലൂയ. അപ്പൊ എന്റെ സാഹചര്യങ്ങളെ അല്ല ഞാൻ നോക്കാൻ പോകുന്നേ, എന്റെ ചുറ്റിനും കിടക്കുന്ന വിഷയങ്ങളെ അല്ല ഞാൻ നോക്കുന്നേ, എന്റെ ഇപ്പോഴത്തെ ഞൊടി നേരത്തേക്കുള്ള കഷ്ടപ്പാടിനെ നോക്കി അയ്യോ കഷ്ടം ഇത് എന്തുവാണ് എന്നല്ല ഞാൻ പറയുന്നേ, ആ ശരീരത്തിന്റെ രോഗത്തിനെ അല്ല നോക്കുന്നേ. പക്ഷെ അതിൻ്റെ അപ്പുറം ഒരു സത്യമുണ്ട്, അതിൻ്റെ അപ്പുറം ഘനമേറിയത് എനിക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് വെച്ചിരിക്കുന്ന ആ രക്ഷ, എൻ്റെ കൂടെ അനേകരോട് ഞാൻ ചെന്ന് കർത്താവിനെ കുറിച്ച് പറയുമ്പം അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന രക്ഷ, ഇതൊക്കെയാണ് എന്നെ മുന്നോട്ട് ഓടിക്കുന്നത്. സ്തോത്രം. യേശുവില് എനിക്ക് ആശ്രയമുണ്ട്. ഹല്ലേലൂയ. യേശു എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ ഈ കഷ്ടതകളും അല്ലെങ്കിൽ എൻ്റെ ഈ ബുദ്ധിമുട്ടുകളും ഇപ്പം ഞാൻ ചില ഞെരുക്കങ്ങളും വിഷയങ്ങളും അത് യേശുവിന് അറിയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ വിഷയങ്ങളെല്ലാം മാറിപ്പോകും. പക്ഷെ അതൊക്കെ ആ വിഷയങ്ങൾ അവിടെ കിടക്ക തന്നെ എനിക്കൊന്ന് യേശു ജീവിക്കുന്നു എന്ന് പറയാൻ സാധിക്കുമോ? ഹല്ലേലൂയ. ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കിടക്ക തന്നെ ഹല്ലേലൂയ ചെന്ന് മറ്റുള്ളവരോട് ചെന്ന് പറയാൻ പറ്റുമോ യേശു ദൈവമാണെന്ന്, യേശു നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യുമെന്ന്? ചിലപ്പോൾ ഈ വലിയ കടഭാരത്തിന്റെ നടുക്കായിരിക്കും ഇന്ന് നിൽക്കുന്നത്, പക്ഷെ ചെന്ന് ഏതെങ്കിലും ഒരു കടത്തിനകത്ത് കിടക്കുന്ന ആളോട് ചെന്ന് പറയാൻ സാധിക്കുവോ? നിൽക്കണ്ട കേട്ടോ, നിങ്ങൾ വിഷമിക്കണ്ട, ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ സകല ആവശ്യങ്ങളും അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ചെയ്തു തരും കേട്ടോ. നിങ്ങൾ ഒന്നും കൊണ്ട് പ്രയാസപ്പെടണ്ട, നിങ്ങളുടെ കടം മാറും. ചിലപ്പോൾ സ്വന്തമായിട്ട് വലിയ കടത്തിനകത്താ നിൽക്കുന്നത്, പക്ഷെ അവിടെ ചെന്നിട്ട് എനിക്കും ഭയങ്കര കടമാ കേട്ടോ, എന്നെ കണ്ടോ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്, അങ്ങനെ വേണ്ടത്. കടത്തിനെയൊക്കെ മറന്നു കളഞ്ഞിട്ട് ചെന്ന് അടുത്ത ആളിനോട് പറയണത്, നിങ്ങൾ ഭാരപ്പെടേണ്ട കേട്ടോ, നിങ്ങളുടെ കടമെല്ലാം സ്വർഗത്തിലെ അപ്പ മാറ്റിത്തരും. ഹല്ലേലൂയ. എൻ്റെ യേശു ധനവാനാ, എൻ്റെ യേശുവിന് ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടത് സകലം കർത്താവ് നിങ്ങൾക്ക് നൽകും. പറയാൻ സാധിക്കുമോ? യേശു അത്ഭുതം ചെയ്യും ചെയ്യല്ലേ. ഹല്ലേലൂയ. ചിലപ്പോൾ മക്കളൊന്നും അനുസരണ കാണത്തില്ലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിനകത്ത്. പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന്റെ അത് ദൈവത്തിന്റെ ഒരു വാക്ക്, അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ടതാ അനുസരണയുള്ള മക്കള്. പക്ഷെ ചിലപ്പം പ്രാർത്ഥിച്ചിരുന്ന മക്കള് ചിലപ്പം കുറച്ചു നേരത്തേക്ക് സ്വഭാവത്തിനൊന്നും വലിയ ഇത് കാണും. ചെന്ന് വേറൊരു കഷ്ടപ്പെടുന്ന ഒരു അമ്മയോടോ അപ്പനോടോ പറയണം, നിങ്ങളുടെ മക്കളൊക്കെ അനുസരണയിലാകും കേട്ടോ, നിങ്ങളുടെ ഉദരഫലം അനുഗ്രഹിക്കപ്പെടും, തീർച്ചയായിട്ടും അതെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഒരു വാക്ക് അവർക്ക് അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വിശ്വാസമാകും. എന്താ? അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. അവർക്ക് വിശ്വാസമാകും. അവര് കർത്താവിനെ അറിയുവാൻ ഇടയാകും. അപ്പൊ നമുക്ക് വന്ന ആ നേരത്തെ കഷ്ടപ്പാട് സാരമില്ല. അല്ലേ? ഇന്ന് കർത്താവിനോട് പറഞ്ഞേ, കർത്താവെ ഞാൻ എൻ്റെ ചുറ്റിനും കിടക്കുന്നതിനെ അല്ല ഞാൻ നോക്കാൻ പോകുന്നേ. ഹല്ലേലൂയ. അതിനപ്പുറം അസാധ്യങ്ങളെയാ ഞാൻ കാണുന്നത്. ദൈവം വചനത്തിനകത്ത് വാക്ക് പറഞ്ഞതിനാ ഞാൻ കാണുന്നത്. ഹല്ലേലൂയ. എൻ്റെ യേശു എന്നോട് പറഞ്ഞതാ ഞാൻ ഫോക്കസ് ചെയ്യുന്നേ. കാണുന്നതല്ല എന്നെ നയിക്കുന്നത്, കാണാത്തതാണ് എന്നെ നയിക്കുന്നത്. ഹല്ലേലൂയ. ഈ കാണാത്ത കാര്യങ്ങള് നമ്മൾ കണ്ട് നമ്മൾ വിശ്വാസത്താൽ മുന്നേറുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരോട് ചെന്ന് പറയാൻ സാധിക്കുന്നത് യേശു ജീവിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. നമ്മള് എബ്രായരുടെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ വചനം അവിടെ പറയുന്നുണ്ട്, ഇസ്രായേൽ ജനം അവര് മിസ്രയീമിന്ന് ഇറങ്ങി വന്നിട്ട് അവര് വാഗ്ദത്ത ദേശത്തേക്ക് അവര് കാഴ്ചയാലല്ല,
അവര് വിശ്വാസത്താല വാഗ്ദത്ത ദേശത്ത് കയറിയത് അല്ലെ. അതുകൊണ്ടാ യോശുവായും കാലേബും വന്നിട്ട് പറഞ്ഞത്, ഇവരൊക്കെ എന്തേലും പറഞ്ഞോട്ടെ, ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല പറയുന്നത്, നമുക്ക് പോയി അവിടെ ചെന്ന് ആ ദേശം നമുക്ക് പിടിച്ചെടുക്കാം. ഹല്ലേലൂയ. മറ്റുള്ളവര് അയ്യോ അമാലിയക്കരാ, അവര് വലിയവരാ, ഞങ്ങള് വിട്ടലിനെ പോലെയുള്ളൂ, ഇച്ചിരിയേ ഉള്ളൂ, അവര് ഞങ്ങളെ ചവിട്ടി ഞെരുക്കി കൊല്ലും, അതൊന്നും ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ യോശുവയും കാലേബും ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ കാഴ്ചയാലല്ല ഞങ്ങൾ നയിക്കപ്പെടുന്നത്, ഞങ്ങൾ വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നയിക്കപ്പെടുന്നത്. നമുക്ക് പോകാം, നമുക്ക് പോയി ആ ദേശം നമുക്ക് പിടിച്ചെടുക്കാം. സ്തോത്രം. ഇന്ന് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന വലിയ പ്രത്യാശ ഉള്ളിൽ പൊങ്ങി വരണം. ഹല്ലേലൂയ. വിളിച്ചു പറയണം, യേശു എൻ്റെ കൂടെയുള്ളതിനാൽ എനിക്ക് ഒന്നിനെയും കുറിച്ചും ഭയമില്ല, എനിക്ക് ഒന്നിനെയും കുറിച്ചും വിചാരമില്ല. ഹല്ലേലൂയ. ഈ മതിലും ഞാൻ ചാടിക്കടക്കും, അസാധ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സാധ്യമാകും യേശു എൻ്റെ കൂടെയുള്ളതിനാൽ. ഹല്ലേലൂയ. ഈ ഞൊടി നേരത്തേക്കുള്ള കഷ്ടപ്പാടൊന്നും സാരമില്ല, ഇതിന്റെ അപ്പുറം എനിക്ക് നന്മ വെച്ചിരിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം പറയുന്നു. നമ്മുടെ ഈ അല്പസമയത്തെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് വായിൽ വരുന്ന പ്രത്യാശയില്ലാത്ത വാക്കുകൾ പറയല്ലേ, കൃപയില്ലാത്ത വാക്കുകൾ പറയല്ലേ, കൃപയില്ലാത്ത വാക്കുകൾ പറയല്ലേ. യേശുവിന് വിഷമം തോന്നുന്ന, നമ്മുടെ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞെരുക്കിക്കളയുന്ന വണ്ണം വാക്കുകൾ പറയല്ലേ. അതുകൊണ്ട് ആ വചനം പറയുന്നത്, ഡു നോട്ട് ഗ്രീവ് ദ ഹോലി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടാക്കല്ലേ. നമ്മുടെ വായിന്ന് വീഴുന്ന പല വാക്കുകൾ കാരണം. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. വിളിച്ചു പറയണം, കാണുന്നതല്ല എന്നെ നയിക്കുന്നത്, കാണാത്ത ദൈവം പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളാണ് എന്നെ നയിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഇന്ന് കർത്താവെ ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന കൈകാലുകൾക്ക്, മനസ്സുകൾക്ക് അങ്ങ് ബലം പകരണം. ഹല്ലേലൂയ. കാണുന്നതിനെ ഒന്നും ഫോക്കസ് ചെയ്യാത്ത കർത്താവ് വെച്ചിരിക്കുന്ന കാണാത്ത കാര്യങ്ങൾ, ആ നന്മകള് വിശ്വാസത്തിൽ വിളിച്ചു പറഞ്ഞതിനെ, ഹല്ലേലൂയ, ദൈവം എന്നെ നയിക്കുന്നു, എൻ്റെ പേർപ്പസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് ഓടുവാൻ കർത്താവ്. കാണുന്നതും കേൾക്കുന്നതും പലവരും ചിലപ്പം വല്ലതുമൊക്കെ പറയും ക്ഷീണിപ്പിച്ച് കളയാൻ. പക്ഷെ അതൊന്നും കേൾക്കാതെ ഹല്ലേലൂയ യേശു പറഞ്ഞത് കേട്ട്